السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن علي بن أبي طالب رضي الله عنه أن مكاتبا جاءه فقال: إني عجزت عن مكاتبتي فاعني. മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കൽ ഒരു മുക്കാത്തബ് വന്നു. മുക്കാത്തബ് എന്ന് പറഞ്ഞാൽ ഒരടിമ. ആ അടിമയെ തന്റെ യജമാനൻ മോചിപ്പിക്കാം, പക്ഷെ ഇത്ര സമ്പത്ത് തരണം, ക്യാഷ് തരണം എന്ന് അവർ തമ്മിൽ കരാറായിരിക്കുന്നു. അപ്പൊ ഇത്ര ക്യാഷ് തന്നാൽ നിങ്ങൾ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാം എന്ന് യജമാനൻ വാക്ക് നൽകി. അങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട അടിമക്കാണ് മുക്കാത്തബ് എന്ന് പറയാം. അപ്പൊ അയാൾക്ക് ആ സംഖ്യ അടച്ചാൽ അയാൾക്ക് സ്വതന്ത്രനാവാം, പിന്നെ അടിമത്വത്തിൽ നിന്ന് പോകാൻ കഴിയും. അപ്പൊ അങ്ങനെ മോചനപത്രം എഴുതപ്പെട്ട ഒരു അടിമ സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. ഫഖാല, അങ്ങനെ അദ്ദേഹം പറഞ്ഞു: ഇന്നി അജസ്തു അൻ മുക്കാത്തബത്തി, ഞാൻ എന്റെ യജമാനനുമായിട്ടാ ഏർപ്പെട്ട കരാറ്, ആ സംഖ്യ, ആ മോചനപത്രം എഴുതിയല്ലോ, ആ സംഖ്യ കൊടുത്തു വീട്ടാൻ എനിക്ക് കഴിയുന്നില്ല, കാശില്ല. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ ഫാഇന്നി, നിങ്ങൾ എന്നെ സഹായിക്കണം, ഒന്നുകിൽ കാശ് തന്ന് സഹായിക്കണം, അതല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ ആവശ്യമായ വഴി കണ്ടെത്തി തരണം. എനിക്ക് സ്വാതന്ത്ര്യം നേടണം, സ്വതന്ത്രനാവണം, അതിനു വേണ്ടിയിട്ടാണ്. ഖാല, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു: അലാ ഉഅല്ലിമുക, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ, കലിമാത്തിൻ, ചില വാചകങ്ങളെ, അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ചില വാചകങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, പഠിപ്പിച്ചു തരട്ടെയോ. ലൗകാന അലൈക മിസുലു ജബലി സ്വൈരിൻ ദൈനൻ, ത്വയ്യ് നാട്ടിലെ വലിയ പർവ്വതമാണ് സ്വീർ എന്ന് പറയുന്ന പർവ്വതം. ചില റിവായത്തിൽ സുബീർ എന്നും കാണാം. ആ പർവ്വതത്തിന് തുല്യമായ കടം നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ദുആ നിങ്ങൾ നടത്തിയാൽ അദ്ദാഹുല്ലാഹു അൻക, ആ കടത്തെ അള്ളാഹു താങ്കളെ തൊട്ട് വീട്ടിത്തരും. അങ്ങനെയുള്ള ഒരു ദുആ ഉണ്ട്, ആ ദുആ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഖാല, അയാൾ പറഞ്ഞു: ഖുൽ, നിങ്ങൾ പറയൂ, ആ ദുആ പറഞ്ഞു തരൂ. സ്വീർ പർവ്വതത്തോളം അതിന് തുല്യമായ കടമുണ്ടെങ്കിലും ആ കടം അള്ളാഹു വീട്ടിക്കൊടുക്കും ഈ ദുആ നടത്തിയാൽ എന്നല്ലേ, ആ ദുആ പറഞ്ഞു തരൂ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു: ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ ക്ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. എന്താണ്? അലിയാര് പറഞ്ഞു: ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, ക്ഫിനി, നീ എനിക്ക് മതിയാക്കണേ, മതി വരുത്തണേ, ബിഹലാലിക, നിന്റെ ഹലാലായ സമ്പാദ്യം കൊണ്ട്, ഹലാല് കൊണ്ട്, അൻ ഹറാമിക, നിന്റെ ഹറാമിനെയും വിട്ട്, ഹറാമ് വേണ്ട, ഹലാല് കൊണ്ട് മതിയാക്കണം. വഅഗ്നിനി, നീ എന്നെ ഐശ്വര്യവാനാക്കണം, ബിഫദ്ലിക, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക, നീ അല്ലാത്തവരെ തൊട്ട്. മറ്റുള്ള ഒരുത്തനിലേക്കും എനിക്ക് ആവശ്യമാകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ആവശ്യമായതൊക്കെ നീ തരണം. ഈ ദുആ, ചെറിയ വാക്ക്, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്ന ദുആ നിങ്ങൾ നടത്തിയാൽ സ്വീർ പർവ്വതത്തിന് തുല്യമായ കടം താങ്കൾക്കുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വീട്ടിത്തരും എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു കൊടുത്തു. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ കടങ്ങളെ വീട്ടിത്തരട്ടെ. നമുക്കൊക്കെ ഹലാലായ സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ള സമ്പത്ത് സന്താനങ്ങളിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും.